അപ്പൊ നമ്മൾ വെച്ചാല് 2 ദിവസം മുൻപ് തന്നെയുള്ള പിന്നെ ചെയ്ത വീഡിയോകളിൽ ഇപ്പൊ 2 വീഡിയോ ആയിട്ട് ചെയ്തു. അതായത് എൻ്റെ കുട്ടിക്കാലത്തെ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിലുള്ള ആ ഒരു ഓർമ്മകൾ അത് നമ്മൾ പങ്കുവച്ചു. അതിൽ നമ്മൾ രാവിലെ ഉള്ള ആ ഒരു വിശേഷങ്ങളാണ് ഒന്ന് പങ്കുവച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വിട്ട് വന്നിട്ടുള്ള സമയവും ആ കാര്യങ്ങളും പിന്നെ ഭക്ഷണം കാര്യങ്ങൾ അങ്ങനെ ഉള്ള കാര്യം, പഴയ റേഡിയോയിലെ പാട്ടും ഒക്കെ ഇട്ട്. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അത് കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുമല്ലോ, വന്ന് കഴിഞ്ഞിട്ടുള്ള വീട്ടിലെ കാര്യങ്ങൾ, അതിൽ രാത്രിയിലെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെയാണ് അടുത്ത്. അപ്പോൾ ഇന്നത്തേത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിലേക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചിട്ട്, അതായത് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലോ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുള്ള ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ഒരു നമ്മൾ സാധാരണ 4 മണിക്ക് സ്കൂൾ വിടുന്ന സമയം, അങ്ങനെ സ്കൂള് വിട്ടു വരുന്ന സമയമാണ്. അപ്പോൾ സ്കൂള് വിട്ടു വരുമ്പോഴും ഇതേപോലെ നമ്മൾ പാടവരമ്പ് അതിലൂടെയാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ വേനൽക്കാലത്താണെങ്കിൽ അത് നല്ല ഒരു തെളിഞ്ഞ, അപ്പോഴേക്കൊക്കെ നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. പിന്നെ ആ വെയിലിന്റെ ചൂട് ഒക്കെ പോയി. അപ്പോൾ അങ്ങനെ വിട്ടു വരുന്നു. വിട്ടു വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അപ്പോഴേക്കും എന്താ വെച്ചാല് വീട്ടിലുള്ള കാര്യം, അതായത് നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലും കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചില അന്ന് ഞാൻ ഇപ്പോ 4 മണിക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുക. എന്തായാലും ഒരു 4:15 4:30 മണിയോട് കൂടി അതിൻ്റെ ഉള്ളിൽ വീട്ടിലേക്ക് എത്തും. അന്ന് രസമാണ്, എല്ലാ കുട്ടികളും ഒന്നിച്ച്. സ്കൂളിലേക്ക് പോകുന്ന പോലെയല്ല, സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒന്നിച്ചല്ല, ഒരു കുറച്ച് കുട്ടികൾ ഒന്നിച്ച് പോകുന്നു. പക്ഷെ സ്കൂളിലേക്ക് കയറുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലല്ലോ. പക്ഷെ ഈ തിരിച്ചു വിടുമ്പോ അങ്ങനെയല്ല. ആ ഒരു 4 മണിക്ക് നമ്മൾ ആര് ലാസ്റ്റ് ബെല്ലടിച്ച് ആ സമയത്ത് എല്ലാവരും അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പിന്നെ ഒന്നിച്ചാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ കുട്ടികളുണ്ടായിരിക്കും ഒന്നിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ് വരവ്. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ അപ്പം വെച്ചാൽ കയ്യും കാലും കഴുകലൊക്കെ കഴിഞ്ഞ ശേഷം അന്ന് വെച്ചാൽ അവിടെ ഞങ്ങളെ വീട്ടിൽ ഇപ്പൊ 12 മണിക്ക് ഊണ് കഴിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ അമ്മയൊക്കെ 12 മണിക്ക് ഊണ് കഴിക്കും. ഞാനേളു പിന്നെ സ്കൂൾ വിട്ട് ആ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമുള്ള കഴിക്കലുള്ളൂ. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് ഒരു ഉച്ചമയൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മയൊക്കെ എന്താ ചെയ്യാച്ചാല് ഒരു 3 മണിയാവുമ്പോ എന്തെങ്കിലും അന്നത്തെ കാലത്തെ നാടൻ പലഹാരങ്ങള്, ചിലപ്പോൾ അവില് കുഴച്ചത്, അതല്ലെങ്കിൽ പിന്നെ കപ്പ പുഴുങ്ങിയത്, ചേമ്പ് പുഴുങ്ങിയത്, കാച്ചിലായിരിക്കാം, അല്ലെങ്കിൽ ഈ കൊഴുക്കട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കൊണ്ട് തന്നെ ഉണ്ടാക്കുമല്ലോ കൊഴുക്കട്ട, അത് നല്ല രസമാണ്, അതുണ്ടാവും. പിന്നെ ഇപ്പൊ ഇലട ഉണ്ടാവലുണ്ട്, അല്ലെങ്കിൽ ഉള്ളിവട, പരിപ്പ് വട, പഴംപൊരി എല്ലാം ഈ ഇത്തരം പിന്നെ എണ്ണപ്പലഹാരങ്ങളൊക്കെ അന്ന് ഉണ്ടാക്കിയിരുന്നു. ഈ 4 മണി സമയത്തേക്ക് വെച്ചാൽ 3 മണിക്ക് തുടങ്ങും. 3 മണിക്ക് പഴയ അടുക്കള, ഒരു അഞ്ചാമ്പര എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു പഴയ അടുക്കളയാണ്. അപ്പൊ അടുപ്പ് ഒക്കെ കേട്ട് അപ്പൊ അതൊക്കെ ഒരു 3 മണിക്ക് തുടങ്ങിയാൽ തന്നെ ആവുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞൊരു 3:45 കൂടിയൊക്കെയാണ് വീട്ടിൽ ഒരു ചായ കുടിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോ ആ സമയത്താണ് വീട്ടില് ഇപ്പൊ ഞാനല്ലാത്തവര്, ഞങ്ങൾ അതായത് സ്കൂളിലേക്ക് പോകുന്നവര് അല്ലാത്തവരൊക്കെ വീട്ടിലുള്ളവര് അങ്ങനെ കഴിക്കും. അത് കഴിഞ്ഞ് അപ്പൊ ഞങ്ങൾക്കുള്ളത് ഇപ്പൊ ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനുള്ളത് അവിടെ എടുത്തു വെക്കും. അപ്പൊ അതാണ് ഇപ്പൊ ഈ പറഞ്ഞത്. നമ്മൾ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അത് കഴിക്കലാണ്. പിന്നെ കയ്യും കാലും കഴുകലോ കഴിഞ്ഞ് അതായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളൊരു പതിവ് എന്താ വെച്ചാൽ ഞങ്ങള് തൊട്ടടുത്ത് തന്നെ നല്ല ചെറിയ നമ്മളൊരു ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ഒഴിഞ്ഞ പറമ്പാണ്. അങ്ങനെ ആരും പിന്നെ ഇതൊന്നുമില്ല, കൃഷിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒഴിഞ്ഞ നല്ല ഒരു പുല്ലൊക്കെ ഉള്ള പറമ്പാണ്. അപ്പൊ അവിടെയാണ് ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങള് കൂടുതൽ ആൺകുട്ടികളാണ് ഫുട്ബോൾ കളിക്കല്, പന്ത് കളിയുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടി എല്ലാവരും, അത് LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂള്, പല പ്രായത്തിലുള്ള എല്ലാം ചേർന്നിട്ട്, പിന്നെ മുതിർന്നവരുണ്ടാവില്ല അതിന്റെ ഇടയ്ക്ക്, മുതിർന്ന ആളുകള് ജസ്റ്റ് കാണാനോ എന്തൊക്കെയായിട്ട് അടുത്തുണ്ടായിരിക്കും. അപ്പൊ രസമാണ് അന്ന്. അല്ലെങ്കിൽ അവര് വേറെ തൊട്ടപ്പുറത്ത് തന്നെ കുറച്ചുകൂടി വലിയ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്. അപ്പൊ അവിടെയാണ് കളിക്കുക. അപ്പൊ ഞങ്ങള് ഈ ഏകദേശം ഒരു സമപ്രായക്കാരൊക്കെ കളിക്കും അവിടെ കളിയാണ്. അത് ഏകദേശം ഞങ്ങൾക്കൊരു 6 മണിയല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു 5 മണി, 4:45 5 മണിയോട് കൂടി തുടങ്ങിയാൽ ഒരു 6:45 വരെ ഉണ്ടാവും. ഏകദേശം ഇരുട്ട് പരക്കുന്ന അതുവരെ ഉണ്ടായിരിക്കും കളി. അതായത് വെളിച്ചം വീഴുന്ന അതുവരെ, വെളിച്ചം പോകുന്നവരെ.
അപ്പൊ അത് കളി കഴിഞ്ഞു, പിന്നെ വീണ്ടും വന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോ വെച്ചാൽ 6:45 കൂടുതലും സമയത്ത് അത് ഏകദേശം ഒരു UP സ്കൂളിലൊക്കെ ആവുന്ന കാലത്താണ് ഈ ഒരു രീതി. അപ്പൊ നമ്മള് ഈ കളീന്റെ കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കയ്യും കാലും കഴുകി ഒരു നാമം ചൊല്ലലുണ്ട്. അതിന്റെ സാധാരണ നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് LP സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് വിളക്ക് വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ടാണ്. അന്നൊന്നും പിന്നെ അങ്ങനെ പുറത്തേക്ക് കളിക്കാൻ പോയില്ല. UP സ്കൂളൊക്കെ ആയതോടുകൂടിയാണ് പിന്നെ കുറച്ചുകൂടി മുതിർന്നില്ലേ, അപ്പോഴാണ് ഈ പുറത്ത് കളിക്കാൻ പോക്ക്. ആ സമയത്താണെങ്കിലും 6:45 വന്നിട്ട് പിന്നെ കയ്യും കാലും കഴുകി അപ്പോ നാമം ചൊല്ലുക ചെയ്യാം. LP സ്കൂളായിരുന്ന കാലത്താണെങ്കിൽ പിന്നെ ഈ സന്ധ്യക്ക് അത് സാധാരണ ഇപ്പോ വിളക്ക് കത്തിക്കുന്നു, വിളക്ക് കൊളുത്തല്, വിളക്ക് അമ്മ അല്ലെങ്കിൽ അച്ഛന്റെ പെങ്ങള് രണ്ടാലെങ്കിലും പിന്നെ രണ്ടിലാരെങ്കിലും ആണ് വിളക്ക് കൊളുത്തി. അത് കഴിഞ്ഞ് സന്ധ്യക്ക് ഇരുന്ന് ഞങ്ങൾ നാമം ചൊല്ലുക. അതൊക്കെ അന്ന് വലിയ നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇട്ടാണ് പിന്നെ നമുക്ക് വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ അപ്പോഴും ഈ ഒരു നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞാൽ ഒരു 7:15 7:30 കൂടി, 7:30 സമയം, ഒരു 7:30 ഭക്ഷണം, രാത്രി ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആണ് ഇരിക്കുക വായിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും ഇരിക്കും. ഏകദേശം ഒരു അന്നൊക്കെ ഒരു 9:30 വരെ മാക്സിമം, ഒരു 9:30 വരെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 8 മണി മുതൽ ഒരു 9:30 വരെ വായിക്കും. പിന്നെ അത്ര അധികം ഒന്നും വായിക്കാണ്ടായിരിക്കില്ലല്ലോ ഇപ്പൊ ചെറിയ ക്ലാസ്സുകളിലൊന്നും. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയുള്ളത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട നമുക്ക് പഠിച്ച് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ പഠിക്കല്, അതൊക്കെയാണ് പിന്നെ ചെയ്യല്. അപ്പോൾ ഏകദേശം ഒരു 9:30 പിന്നെ വരെയൊക്കെയാണ് രാത്രിത്തെ നമ്മള് വായന. അത് കഴിഞ്ഞിട്ടാണല്ലോ കിടക്കല്. അപ്പൊ അതിന്റെ ഇടയിൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു 7 മണിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, ഒരു 7:15 ഇപ്പൊ അച്ഛനൊക്കെ വെച്ചാൽ ജോലി കഴിഞ്ഞ്, അച്ഛൻ പിന്നെ ജോലിയൊക്കെ തൊട്ട് അടുത്ത് തന്നെയാണ്, ഓഫീസിൽ ആണ് ജോലി. പിന്നെ അല്ലെങ്കിൽ മഞ്ചേരി എങ്ങനെയാണെങ്കിലും അധികം ദൂരമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പിന്നെ അങ്ങാടിയിലൊക്കെ പോയി വരുന്ന ശീലമുണ്ട് അപ്പൊ അച്ഛനൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് വന്ന ശേഷം 7:30 8 മണി, പിന്നെ ആ സമയത്ത് എന്താ വെച്ചാൽ ഇപ്പൊ അപ്പോഴേക്ക് ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 8 8:30 പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു 7 മണിയോട് കൂടി തന്നെ ഈ റേഡിയോന്റെ കാര്യം അപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഞങ്ങൾ പറഞ്ഞില്ലേ 7:30 കഴിഞ്ഞ് ഒരു 8 മണിക്കാണ് ഞാനൊക്കെ വായന വീണ്ടും തുടങ്ങുന്നത്. അപ്പൊ വായനയൊക്കെ ആകുമ്പോഴേക്ക് ഈ റേഡിയോ ഒക്കെ ഏകദേശം ഒന്ന് എന്നെ ശബ്ദം കുറച്ച് വെക്കണല്ലോ, പിന്നെ ഈ വായിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7 മണി മുതൽക്ക് 8 മണി വരെ, അപ്പോഴാണ് ആ സമയത്തുകൊണ്ട് പാട്ടുകളുണ്ട്, ചലച്ചിത്ര ഗാനങ്ങളുണ്ട്, വാർത്ത ഉണ്ട്. പണ്ട് ഒരു 2 വാർത്തകളുണ്ട് തോന്നുന്നു ആ സമയത്ത്. അപ്പൊ വെച്ചാൽ വാർത്ത കേൾക്കല്, വാർത്ത കേട്ട് കഴിഞ്ഞ് അതിനുശേഷം ഒരു ചലച്ചിത്ര ഗാനങ്ങൾ എന്തൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു 7 മുതൽ 8 വരെ വീണ്ടും പിന്നെ വാർത്തേന്റെ സമയമാണ്, അല്ലെങ്കിൽ റേഡിയോന്റെ സമയമാണ്. അപ്പൊ അത് അവിടെ അങ്ങനെ നടക്കും. അത് അപ്പോൾ അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ ചോറുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ. റേഡിയോ കൊണ്ട് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ഓണാക്കി എവിടെ വെച്ചാലും കേൾക്കുമല്ലോ. ടിവിന്റെ പോലെ നമുക്ക് അതിന്റെ മുമ്പിൽ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ആ സമയത്ത്. അത് കഴിഞ്ഞാണ് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ രാത്രി ഭക്ഷണം. ഇപ്പൊ ഞങ്ങളൊക്കെ ഞങ്ങള് കുട്ടികൾക്കൊക്കെ ആദ്യം ഭക്ഷണം കൊടുക്കുമല്ലോ. അപ്പൊ ഈ പറഞ്ഞ പോലെ 7:30, അത് കഴിഞ്ഞ് 7:45 8 മണിയോട് കൂടി ഇപ്പൊ അമ്മ ഒക്കെ അവരെല്ലാരും, അതായത് ഏകദേശം എല്ലാവരും 8 മണിയോട് കൂടി വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും രാത്രി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 9:30 ഉറക്കാണ്. പിന്നെ കയ്യും കാലും ഒന്ന് കഴുകി ഉറക്കം. പിന്നെ അന്നൊക്കെ വെച്ചാൽ ഈ നമ്മളിപ്പോ ഇന്നത്തെ ഒരു പോലെയല്ല. ഇപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഈ ഒന്ന് രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, ഇങ്ങനെ വെറുതെ ഒന്ന് നമ്മൾ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങുകയാണെങ്കിലും ഈ ചെരുപ്പൊന്നും ഇടാതെയുള്ള ഇറക്കാം. അതുകൊണ്ട് പിന്നെ രാത്രി ഒന്ന് കയ്യും കാലം കഴുകിയിട്ടാണ് കിടക്കല്. കാരണം അന്ന് അങ്ങനെ ഉണ്ട്. ഇപ്പൊ പിന്നെ നമ്മൾ എന്താണെങ്കിൽ അകത്ത് വരെ ചെരുപ്പ് ഇട്ടിട്ടാണ് നടക്കുക എന്ന അവസ്ഥയിൽ. മുമ്പ് അങ്ങനെയല്ലല്ലോ. അപ്പൊ പുറത്തേക്ക് ഈ അപ്പോൾ ഇങ്ങനെ ചളി ചവിട്ടി കയറ്റുന്ന പിന്നെ മുതിർന്നവര് ഇപ്പൊ കുട്ടികളെ ചീത്ത പറയുന്നുണ്ടാവും, ഇങ്ങനെ ചളിയൊക്കെ ചവിട്ടി കയറ്റുന്നതിന് വേണ്ടി, കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരെ കുട്ടിക്കാലത്ത് അങ്ങനെയാണ് നമ്മൾ പിന്നെ. അപ്പൊ ആ ഒരു രീതിയിലാണ് അപ്പൊ രാത്രിത്തെ 9:30 മണിക്കുള്ള ഉറക്കം. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മുതൽക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് ഒരു ദിവസം. അപ്പൊ രാത്രിത്തെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് അപ്പൊ രാവിലെ ഉച്ചയ്ക്ക് രാത്രിയിൽ ഈ ഒരു ഇത്രയും കാര്യങ്ങളാണുള്ളത്. അതിലിപ്പോ നമുക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുറച്ചുകൂടി നമുക്ക് മാറ്റങ്ങൾ വരും. അത് സ്കൂളില്ലാത്തൊരു ദിവസത്തെ നമ്മൾ രാവിലെ മുതൽക്കുള്ള വൈകിട്ട് വരെയുള്ളത് നമ്മൾ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഈ ഒരു ശീലം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.